നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരാൾക്ക് സേവനം ചെയ്യാന്നുള്ള രീതിയിലാണ് ആംബുലൻസിലേക്ക് വന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുക. ഒരാളെ ജീവൻ കൊണ്ടുപോകുമ്പോൾ അത് നമ്മളെ കയ്യിലാണ് ആ ഉത്തരവാദിത്തം ഉള്ളത്. അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരാളെ സഹായിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ആംബുലൻസിലേക്ക് കയറിയത്. പക്ഷേ ആദ്യം എൻ്റെ കൂടെ വണ്ടി കയറിയ പേഷ്യൻ്റ് തന്നെ ഒരു വരുമോ തന്നെയാണ്. ഒരു പെൺകുട്ടിയാണ് ഓടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓർക്കൊരു പേടി ഉണ്ടാകുമെന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഓരൊക്കെ ഫുൾ സപ്പോർട്ടായി. 24-കാരിയായ അഞ്ജുഷയുടെ അച്ഛൻ ഡ്രൈവറാണ്. അച്ഛനിൽ നിന്നാണ് ആംബുലൻസ് ഓടിക്കാൻ പഠിച്ചത്. തീർച്ചയായിട്ടും അഭിനന്ദന അർഹമായ ഒരു കാര്യമാണ് ഈ പെൺകുട്ടി ചെയ്തത്. തീർച്ചയായിട്ടും പണ്ട് ഇപ്പം ഞാൻ റീലിലൊക്കെ ഇടയ്ക്കായിട്ട് റീസെൻ്റ് ആയിട്ടാണ് ഒരു പെൺകുട്ടി തടിയൊക്കെ ചുമക്കാൻ പോകണേ, തടിപ്പണിക്കാരെ പോലെ. അങ്ങനെ ഒരുപാട് പേര് ചിലപ്പോൾ സിനിമകളിലൊക്കെ തന്നെ ഇറച്ചി വെട്ടുന്നു, ചിലപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഇതൊക്കെ ആണുങ്ങൾക്ക് പറ്റിയ പണിയാണ്, അത് പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു അടിച്ചമർത്തൽ അവിടെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കിയായിട്ടാണ് ഈ പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നത്. മറ്റൊരിതിനേക്കാളും എന്ത് പണിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട്. സ്ത്രീകളുടെ ആയാലും തീർച്ചയായിട്ടും ആ അന്തസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് ചെയ്യുന്ന മിക്ക ജോലികളും പെണ്ണുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അയ്യോ ഇവർക്ക് ഇങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു ഇത്. പക്ഷെ അതിനൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഇവർ മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ തടി ഒരു ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ പേരിനല്ല, ഒരു പെൺകുട്ടി അങ്ങനെ ഉണ്ട്, തടി ചുവന്ന തടിപ്പണിക്ക് ഇറങ്ങുന്ന, പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട്, പിന്നെ അച്ഛനെ സഹായിക്കാൻ എല്ലാം അച്ഛൻ്റെ പിന്തുണയോട് കൂടിയാണ് പെൺകുട്ടികളൊക്കെ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ അഭിനന്ദന അർഹമായ കാര്യങ്ങളാണ്. പലർക്കും അതൊരു വേർതിരിവ് വേണ്ട. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഒരു പാഷനായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നത് അതെന്ത് ജോലി എന്നുള്ളതല്ല, അതെങ്ങനെ ആരൊന്ന് ചെയ്യുന്നതിനുള്ളതല്ല, അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യം.